സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതിനുള്ള UPSC ബോർഡ് യോഗം ഇന്ന് സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറിയാകും ഡൽഹിയിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുക. 30 വർഷം സർവീസ് പൂർത്തിയാക്കിയവരെയാണ് പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. യോഗേഷ് ഗുപ്ത, നിതിൻ അഗർവാൾ, റവാഡ ചന്ദ്രശേഖർ തുടങ്ങിയ പേരുകളാകും UPSCയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കുക എന്നാണ് സൂചന. വരുന്ന 30-നാണ് നിലവിലെ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത്, വിവരങ്ങൾ എന്താണ്? ആരാകും കേരളത്തിൻ്റെ പോലീസ് മേധാവി അടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ന് UPSC ഇത് പരിഗണിക്കാൻ പോവുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയെ തീരുമാനിക്കുന്നതിനുള്ള UPSC ബോർഡ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും എന്നുള്ളതാണ് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സർക്കാരിനെ പ്രതിനിധീകരിച്ച് ചീഫ് സെക്രട്ടറി വർഷം സർവീസ് തുടങ്ങിയ പേരുകളാകും UPSCയുടെ ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കുക എന്നുള്ളതാണ് സൂചന. അതേസമയം വരുന്ന 30-നാണ് നിലവിലെ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ സ്ഥാനം ഒഴിയാൻ പോകുന്നത്. അതിനു മുന്നോടിയായി പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് പുതിയ പോലീസ് മേധാവിയെ പ്രഖ്യാപിക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. നേരത്തെ ആ പട്ടിക പുറത്തു വന്ന ഘട്ടത്തിൽ ഈ CPI അടക്കമുള്ളവർ ചില വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷെ അതൊക്കെ തള്ളിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ അത് UPSCക്ക് കൈമാറിയിട്ടുള്ളത്. MR അജിത് കുമാർ DGP ആകുമോ അതോ കൈമാറിയിട്ടുള്ളത് MR അജിത് കുമാർ DGP ആകുമോ അതോ അദ്ദേഹത്തിന് മുകളിൽ റവാഡ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നിരവധി പേരുകൾ, ഈ 6 പേരുകളിൽ മറ്റ് നിരവധി പേരുകളും പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ട്. 3 പേരുടെ ഒരു സീനിയോറിറ്റി വെച്ചുള്ള ചുരുക്കപ്പട്ടികയുമുണ്ട്. അതൊക്കെ മറികടന്ന് MR അജിത് കുമാർ എത്തുമോ എന്നുള്ളതും കൗതുകകരമായ ചോദ്യമാണ്. തൽക്കാലം കാത്തിരിക്കാം. ഓക്കെ, ശരി ശ്രീകാന്ത്.